നിയമസഭാ പുസ്തകോത്സവത്തിൽ അരങ്ങേറിയ ജനം ടിവിയുടെ നൃത്ത സംഗീത മാമാങ്കത്തിന് വൻ ജനപങ്കാളിത്തം. ജനം ടിവി മ്യൂസിക് ഇന്ത്യ സീസൺ 2 ഉദ്ഘാടനം സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. അഭിനേത്രിയും പിന്നണി ഗായികയുമായ കൃഷ്ണപ്രഭയുടെയും COK ബാൻഡിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി. KLIFB-യുമായി കൈകോർത്ത് ജനം TV നിയമസഭയിൽ സംഘടിപ്പിച്ച നൃത്ത സംഗീതരാവ് നിറഞ്ഞ സദസ്സിനു മുന്നിൽ അരങ്ങേറി. അഭിനേത്രിയും പിന്നണി ഗായികയുമായ കൃഷ്ണപ്രഭയുടെയും COK ബാൻഡിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി. സംഗീത നൃത്തരാവിന്റെ ഉദ്ഘാടനം സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. ഒരു ഭാഗത്ത് ഫെസ്റ്റിവൽ ഓഫ് കൾച്ചർ, വേറൊരു ഭാഗത്ത് ഫെസ്റ്റിവൽ ഓഫ് ലിറ്ററേച്ചർ. ഇത് രണ്ടും തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിക്കുമ്പം അതുകൊണ്ട് തന്നെ ഈ നഗരം അക്ഷരാർത്ഥത്തിൽ ഫെസ്റ്റിവൽ മോഡിലേക്ക് പോയി എന്നുള്ളതാണ്. KLIBF 3rd എഡിഷൻ പിന്നിടുമ്പം അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഇന്ത്യയിൽ ഒരു നിയമസഭയും നടത്താത്ത ഒരു ഇനീഷ്യേറ്റീവാണ് കേരള നിയമസഭ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ചടങ്ങിൽ സ്പീക്കറെയും പ്രമുഖ സ്പോൺസർമാരെയും ജനം TV ആദരിച്ചു. രാജ്യത്ത് എവിടെയും നടക്കാത്ത പുസ്തകോത്സവമാണ് നിയമസഭയിൽ സംഘടിപ്പിക്കുന്നതെന്നും സാഹിത്യോത്സവത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും ജനം TV പ്രഭാരി A. ജയകുമാർ പറഞ്ഞു. കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ജനം TVയുടെ എല്ലാവിധ ആശംസകളും സഹകരണവും ഇവിടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. 2 പോയിന്റുകളാണ് എനിക്ക് ഇത് ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മനസ്സിലായത്. ഒന്ന്, ദിസ് ഈസ് എ യുണീക്ക് തിങ് വിച്ച് no other state, as our honorable speaker has said, ഒരിടത്തും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും നടക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവമാണ് കേരള നിയമസഭ നടത്തിയിരിക്കുന്നത്. അതിന് എല്ലാവിധ ആശംസകളും അതോടെ തന്നെ നമ്മുടെ ജനം TVയുടെ എല്ലാവിധ സഹകരണവും ഇവിടെ രേഖപ്പെടുത്തുന്നു. 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ മാറ്റങ്ങളോടെ ജനം TVയെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ചെയർമാൻ G. സുരേഷ് കുമാർ അറിയിച്ചു. ജനം TV ഇത് 10ാമത്തെ വർഷമാണ്. ഞങ്ങൾ ഇനിയൊരു പുതിയ ഇതിലേക്ക് പോകുന്നതാണ്. ഫെബ്രുവരിയിൽ ഞങ്ങളുടെ പുതിയ സ്റ്റുഡിയോയും ഫ്ലോറും എല്ലാം ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം പുതിയൊരു രീതിയിൽ നിങ്ങൾക്ക് ഇനിയും ജനം TV കാണാൻ പറ്റും. എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം ഇവിടെ ഒരുക്കി തന്ന, അപ്പം ഞാൻ പറയാൻ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ജയകുമാർജി പറഞ്ഞു കഴിഞ്ഞു. വലിയൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഈ പുസ്തകോത്സവത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ളൊരു സംഭവമാണ്. അത് നടത്താൻ മുൻകൈ എടുത്ത വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സ്പീക്കറാണ് നമുക്കുള്ളത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജനം TV MD ചെങ്കൽ രാജശേഖരൻ, ജനം TV ജനറൽ മാനേജർ സൂരജ് S. നായർ, ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള, പ്രോഗ്രാം ഹെഡ് അനിൽ നമ്പ്യാർ തുടങ്ങിയവർ സംബന്ധിച്ചു. രാത്രി 7 മണി മുതൽ 11 മണി വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു നൃത്ത സംഗീതരാവ്. ജനം, തിരുവനന്തപുരം.